ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ് ഞാനും തനിക്കുട്ടിയും കൂടെ. വേറൊന്നുമല്ല, പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ആ മഴ കാണാനായിട്ട് തനൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളെ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ടോ മഴ പെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. തനൂസിനാണെങ്കിൽ ഇലയൊക്കെ അനങ്ങുന്നത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ മഴയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് അവളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കും കേട്ടോ. ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ അവളോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് അവൾ അതെല്ലാം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ മ്യൂട്ടായിട്ടുള്ള സൗണ്ട് പോലും അവളത് കേൾക്കുവാണെങ്കിൽ അത് എവിടെ നിന്നാണ്, എന്തിൽ നിന്നുള്ളതാണെന്നൊക്കെ അവളിങ്ങനെ ശ്രദ്ധിക്കും. അതൊക്കെ കാണുമ്പം എൻ്റെ മനസ്സിലൊരു വല്ലാത്ത സങ്കടമാണ്. കാരണം അവൾ പെട്ടെന്നാണ് വളരുന്നത്. ഇതിപ്പം വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചൊരു സമയമാണ് കേട്ടോ. പുറത്ത് നല്ല മഴയുള്ളപ്പം ഞാൻ നല്ല ചൂട് ചായ ഇട്ട്. കണ്ടോ, നിങ്ങളിതിനെ കാണുന്നില്ലേ? നല്ല മഴയാണ് പെയ്യുന്നത്. നല്ല മഴയും ഒരു തണുപ്പും അതിനോടൊപ്പം നല്ല ചൂട് ചായയും ഒരു പ്രത്യേക വൈബാണ്. പക്ഷേ ആ ചായയൊന്നും കുടിപ്പിക്കാനായിട്ട് അവൾ സമ്മതിക്കത്തില്ല. അവളെ കുറച്ച് നേരം ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവളെ കൊണ്ടുവന്ന് ഇങ്ങനെ പായിൽ കിടത്തിയിട്ട് ഞാൻ ഇങ്ങനെ മഴ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എത്ര മഴ പെയ്താലും ശരി, കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചൂടെടുക്കാൻ തുടങ്ങും. അതാണ് ഇപ്പോഴത്തെ മഴയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, വെള്ളമൊക്കെ ഉണ്ട് താനും, പക്ഷേ എന്തെന്നില്ലാത്ത ചൂടാണ് ഇടയ്ക്കൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ റൂമിലെ എല്ലാ ലൈറ്റും ഇട്ടു കേട്ടോ. എന്നിട്ട് തനിക്കുട്ടീനെ ഇങ്ങനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈറ്റാണേലും ഓരോ കാര്യങ്ങളും അവൾക്ക് ഇങ്ങനെ അറിയാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കും. അവളിങ്ങനെ ചുറ്റും ഈ ലൈറ്റ് വെട്ടം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവളോട് പറയുവാണ് ക്യാമറയിലോട്ട് നോക്കാൻ. അപ്പം നോക്കുന്ന നോട്ടം കണ്ടോ കളിപ്പെണ്ണ്. ഇതൊരു കൊറിയറാണ് കേട്ടോ. വേറൊന്നുമല്ല, ഒരു കംഫർട്ടറാണ്. പുറത്തൊക്കെ നല്ല മഴയല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് പുതച്ച് മൂടി കിടക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചൊരു കംഫർട്ടർ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 385 രൂപയുള്ളൂ. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്